വിൻസെന്റ് മാസ്റ്റർ ദേവരായ മാസ്റ്ററോട് നിരന്തരം പറയുമായിരുന്നു, ഇങ്ങനെ ഞാനൊരു ശബ്ദം കേട്ടു. അതെ അതെ, ഈ ശബ്ദം അങ്ങനെയാണ് എനിക്ക് മാസ്റ്റർ ദേവരായ മാസ്റ്റർ വരാൻ പറഞ്ഞതും കാണുന്നതും ഞാൻ സാറിനെ പോയി കാണുന്നതും. അതിനു മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ട് ദേവരായ മാസ്റ്ററെ. എന്നാണ് 25 മലയാള സിനിമയുടെ 25 വർഷം ആഘോഷിച്ചു എറണാകുളം മഹാരാജാസ് കോളേജിൽ. അന്ന് കണ്ണൂർ മുത്തുമായൊക്കെ ഇറങ്ങിയ സമയമാണ് അത്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ പുതിയ ഇവരൊക്കെ പാട്ട്, ഇപ്പോൾ ഉദയഭാനുണ്ട്, യേശുദാസ് ഒരു പുതിയ ഗായകൻ വന്നു, അദ്ദേഹത്തിൻ്റെ പാട്ട് കണ്ണൂർ മുത്തുമായ. അപ്പോൾ അവരൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കോളേജിൽ നിന്ന് ഞങ്ങൾ ഫ്രണ്ട്സ്, ഞാൻ എൻ്റെ അനിയനും ഒരു ഫ്രണ്ടും കൂടെ പോയി. അവിടെ ചെന്നപ്പോഴാണ് ഈ പ്രോഗ്രാം. അന്ന് യേശുദാസ് അങ്ങനെ മാർപ്പാപ്പ വന്നിട്ട് ബോംബെയിൽ നിന്ന് അങ്ങോട്ട് പോയി കാണാൻ. അപ്പോൾ അദ്ദേഹത്തിനെ കാണാൻ പറ്റില്ല, ഒരു ദുഃഖം ഉണ്ടായിരുന്നു അന്ന്. പക്ഷേ അന്നത്തെ ഭാനുവേട്ടൻ, ദേവരായ മാസ്റ്റർ, ദർശാമൂർത്തി സ്വാമി, മെഹബൂബ് ബായ്, ഇതൊരു സിംഗറായിരുന്നു. വാട്ട് എ സ്റ്റേജിൽ അദ്ദേഹത്തിന് വരെ പാടാൻ ഒരു പാട്ടുകാരനും ജനിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ സ്റ്റേജ് അത് മുട്ടുകുത്തി ഇരുന്നിട്ടാണ് പാടുക. അങ്ങനെ നേരത്തെ മുട്ടുകുത്തി ഇരുന്നിട്ടാണ് പാട്ട് പാടുക. അയ്യോ എന്താണ്. അപ്പം അദ്ദേഹം ഉണ്ടായിരുന്നു, ദർശാമൂർത്തി സ്വാമി, ദേവരായ മാസ്റ്റർ, അവർ പാടി. ഭാനുവേട്ടൻ താമര തുമ്പി പാടി, ദേവരായ മാസ്റ്റർ മറ്റേ ആകാശഗംഗ ദേവരായ മാസ്റ്റർ പാടി. ദർശാമൂർത്തി ഭാരം വല്ലാത്ത ഭാരം, ഇതൊക്കെ ആ പ്രോഗ്രാം ലീല ചേച്ചി പാടി. ആ കാലം 25 വർഷം അങ്ങനെയാണ്. അതെ, പിന്നീട് മാഷെ കാണാൻ പോകുന്നു അല്ലേ? അപ്പോഴാണ് ദേവരായ മാഷ ആദ്യം കാണുന്നത്. പിന്നെ ഇത് ഈ വിൻസെന്റ് മാഷ് പറഞ്ഞിട്ട് മാഷെ കാണാനായിട്ട് ഞാൻ അജന്ത ഹോട്ടൽ, ഇപ്പോഴും ഹോട്ടൽ, പിന്നെ വുഡ്ലൻഡ്സിലേക്ക് വന്നത്. അജന്ത ഹോട്ടൽ റൂം ചെല്ലുമ്പോൾ പറഞ്ഞ പോലെ സിംഹത്തിൻ്റെ മുമ്പിൽ മുയൽ നിൽക്കുന്ന മാതിരി. ശാസ്ത്രീയ സംഗീതം പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു അല്ലേ? ചോദിച്ചു. വന്നപ്പോൾ ഇങ്ങനെ ഇരിക്കേണ്ട കുറേ നേരം നോക്കിയിട്ട് വാ, നീ സംഗീതം പഠിച്ചിട്ടുണ്ടോ? ഇല്ല സാർ. പിന്നെ പാടാൻ വന്നിരിക്കുക. ഞാൻ ഒന്നും മിണ്ടുന്നില്ല. അപ്പം ഇരുന്നിട്ടില്ല. ഇരിക്കാനൊന്നുമില്ല. അങ്ങനെയാണ്. നീ നാളെ PAP പ്രസാദ് അഡ്രസ്സ് തന്നു, പ്രസാദ് ആർട്ട് പ്രൊഡക്ഷൻസ്, അവിടേക്ക് വരണം. അവിടെ പാട്ടിൻ്റെ റിഹേഴ്സൽ ഉണ്ട്, അങ്ങോട്ട് വാ, പാട്ടൊന്നും പറഞ്ഞാൽ പറഞ്ഞുതരാം. അത്ര പറഞ്ഞു, റെക്കോർഡ് ചെയ്താണ്. അങ്ങനെയാണ് ശേഖർ സാറിനാദ്യം ഹാർമോണിയം വായിക്കുന്നതും തബല ലക്ഷ്മണൻ ടോണൊന്നും തബലയിൽ മലയാളം ഫിലിമിൽ ഒരാൾക്കും കിട്ടില്ല, വരൂല്ല. അങ്ങേര് പാട്ടിൻ്റെ ശ്രുതി പാട്ടാണോ അങ്ങേരെ പ്ലേയിങ് ആണോ എന്ന് അറിയില്ല. അങ്ങേര് പാടുക, തബലയിൽ പാടുക അങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ലക്ഷ്മണൻ വന്നിരുന്നു. അപ്പം അങ്ങനെയാണ് സദാ മറ്റേ ഇളയരാജയുടെ ഗിറ്റാർ, സദയാണ് ഗിറ്റാർ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആ കാലം അങ്ങനെ എന്നിട്ട് ഈ പാട്ട് പ്രസാദ പ്രൊഡക്ഷൻസിൽ അവിടെ നിന്ന് പഠിപ്പിച്ചോ പാട്ട്? കളിത്തോഴനിലെ പാട്ട് പഠിപ്പിച്ച ആദ്യം ഇതാണ്, മറ്റേ താരുണ്യം തന്നെ താമര പൂവനത്തിൽ പൂവമ്പൻ പോറ്റുന്ന പുള്ളിമാന്, അതാണ് ആദ്യം പഠിപ്പിച്ച. പക്ഷെ അന്നും ഈ മഞ്ഞളെ മുഖി തോർത്ത് പാട്ടെന്നെ പഠിപ്പിച്ചു. അത് നീ പഠിക്ക്, യേശുവാണ് പാടുന്നത്, അങ്ങനെ പറഞ്ഞു, നീ പാടണം, നിനക്ക് എല്ലാം. താരുണ്യം തന്നെ ജയേട്ടനും മറ്റേത് അങ്ങനെയാണ്. അത് അല്ലായിരുന്നു ശരിക്ക്, പുള്ളി എന്നെ ആക്കാനായിട്ട് അതെ അങ്ങനെ ആക്കിയതാണ്. എങ്ങനെയാണ് നമ്മൾ പുറത്തു വരുന്നതെന്ന് അറിയാം. താരുണ്യം തന്നെ നമുക്ക് പാടാം. താരുണ്യം തന്നെ താമര പൂവനത്തിൽ പൂവമ്പൻ പോറ്റുന്ന പുള്ളിമാനി, ഓടിപ്പോകാതെ പോകാതെ പൊന്മാനി. താരുണ്യം തന്നെ താമര പൂവനത്തിൽ പൂവമ്പൻ പോറ്റുന്ന പുള്ളിമാനി, ഓടിപ്പോകാതെ പോകാതെ പൊന്മാനി. അപ്പോൾ ഇത് പഠിപ്പിച്ചിട്ട് മഞ്ഞലയിൽ പഠിപ്പിച്ചത്? അപ്പം മഞ്ഞലയിൽ പഠിപ്പിച്ചിരുന്നല്ലോ. അപ്പം നീ ഒരു കാര്യം ചെയ്യും, എന്നോട് പറഞ്ഞു മൈക്കിൽ നീ 2-3 പ്രാവശ്യം മഞ്ഞലയിൽ പാട്. അപ്പം പറഞ്ഞു അവൻ വരുന്നവരെ നീ അത് പാടി പഠിക്ക്, പാടി പ്രാക്ടീസ് ചെയ്യുന്നു. ഓ ശരി. അപ്പം ഞാൻ 100 പ്രാവശ്യം കൊണ്ട് പാട്, 100 പ്രാവശ്യം കൊണ്ട് പാട്. ഇങ്ങോട്ട് വാ കൺസോളിലേക്ക്. അപ്പം ഞാൻ അപ്പോഴും എൻ്റെ പാട്ടാന്ന് അറിയില്ല എനിക്ക്. അപ്പോഴാണ് കൃഷ്ണനായർ സാറ് മുറുക്കിയിട്ട് തുപ്പാനായിട്ട് പോയപ്പോൾ ഞാൻ നന്നായിരുന്നു, പാട്ട് നന്നായിരുന്നു. അപ്പോൾ ഞാൻ താരുണ്യം തന്നെ മഞ്ഞലേ മുഖം അത് അസലായി ഈ പാട്ട് മഞ്ഞൾ. സാർ അത് ഞാൻ എൻ്റെ പാട്ടല്ലോ, പുള്ളി വെറുതെ പറഞ്ഞല്ലേ, അത് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. റെക്കോർഡ് കഴിഞ്ഞു, പാട്ട് റെക്കോർഡ് കഴിഞ്ഞു. മൈ ഗോഡ്, അത് ഗംഭീരം. അത് പുള്ളി പറഞ്ഞില്ല. ഇത്രയും കാലമായിട്ട് ഞാനിത് ഇപ്പോഴാണ് കേൾക്കുന്നത്. റെക്കോർഡ് ചെയ്തിട്ട് അപ്പോൾ കൃഷ്ണ സാറാ പറഞ്ഞത് ഓക്കെ, പാട്ട് ഓക്കെ ആയിട്ടുണ്ട്, റെക്കോർഡ് ഷോട്ട്, ഗ്രേറ്റ്. അങ്ങനെയാണ് അങ്ങനെയാണ് മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി വന്ന
നിലാപ്പാട്ടുകളുടെ കളിത്തോഴനായി മാറിയത്. ജയേട്ടൻ്റെ ഒരു യുഗം ആരംഭിക്കുന്നു. ആ പാട്ട് ഒരുപാട് തവണ എത്ര കേട്ടാലും മതി വരില്ല കേട്ടോ. അതെ അതെ, എത്ര കേട്ടാലും മതി വരാത്ത ആ പാട്ടാണ് കാവ്യപുസ്തകത്തിൽ നമുക്ക്. മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി ധനുമാസ ചന്ദ്രിക വന്നു, നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ, പ്രേമ ചകോരി ചകോരി ചകോരി. മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി ധനുമാസ ചന്ദ്രിക വന്നു, നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ, പ്രേമ ചകോരി ചകോരി ചകോരി. കർണികാരം പൂത്തു തളിർത്തു, കൽപ്പനകൾ താലമെടുത്തു. കർണികാരം പൂത്തു തളിർത്തു, കൽപ്പനകൾ താലമെടുത്തു. കൺമണിയെ കണ്ടില്ലല്ലോ, എൻ്റെ സഖി വന്നില്ലല്ലോ, കണ്ടവരുണ്ടോ ഉണ്ടോ ഉണ്ടോ. മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി ധനുമാസ ചന്ദ്രിക വന്നു, നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ, പ്രേമ ചകോരി ചകോരി ചകോരി.